ഹായ്, i2i ന്യൂസിൻ്റെ സ്റ്റാർ കണക്ട് എന്ന ഷോയുടെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് എല്ലാവരും ആസ്വദിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ നമ്മുടെ എപ്പിസോഡിലാണ് ഏറ്റവും കൂടുതൽ വിശേഷങ്ങളും അതുപോലെ കുറച്ച് രഹസ്യങ്ങളും എല്ലാം നമുക്ക് അറിയാനായിട്ടുണ്ട്. അപ്പം മാത്യു ചേട്ടൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, മാത്യു ചേട്ടാ പറഞ്ഞോളൂ, എന്താണ് ഇപ്പം സിനിമയാണല്ലോ ഏറ്റവും വലിയൊരു ആഗ്രഹം? എനിക്കും അതെ. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്തിപ്പെടാനായിട്ടൊരു സാഹചര്യം പെട്ടെന്ന് തന്നെ ഉണ്ടാവട്ടെ, ക്യൂനീകരിക്കട്ടെ. അപ്പോൾ എത്തിപ്പെട്ടാൽ ചെയ്യാനായിട്ടൊരു അവസരം വന്നാൽ ഒരു കഥാപാത്രം, ഞാൻ ചെയ്യുന്ന സിനിമയിൽ എനിക്ക് ഇന്നൊരു കഥാപാത്രം ചെയ്താൽ അത് ഭയങ്കരമായിട്ട് വർക്കാവും, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ആഗ്രഹം ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്യാനാണ് സിനിമയിലൂടെ, ഒരു ബിഗ് സ്ക്രീനിലൂടെ എനിക്ക് എൻ്റെ പ്രേക്ഷകരെ കാണിക്കാൻ കഴിയുന്നൊരു ക്യാരക്ടർ ഇതാണ്, തോന്നിയൊരു ക്യാരക്ടർ എന്താണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു എന്തെങ്കിലും ഒരു ക്യാരക്ടർ മനസ്സിലുണ്ടോ ചെയ്യാനായിട്ട്? മനസ്സിലായി. അല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഓൾവേസ് ഐ ട്രൈ ടു ബി ഒരു ഭയങ്കര ഫേമസ് ഒരു കോട്ടുണ്ട് ബ്രൂസ്ലി പറഞ്ഞ മൈ ഫ്രണ്ട് ബി ലൈക്ക് വാട്ടർ എന്ന് പറയും. ഇഫ് യു പോർ വാട്ടർ ഇൻ ടു എ ഗ്ലാസ്, വാട്ടർ ബിക്കംസ് ദ ഗ്ലാസ്. നീ ഒരു വെള്ളമാണെങ്കിൽ, വെള്ളത്തിനെ പോലെ ആണെങ്കിൽ, ഷേപ്പ്ലെസ് ആണെങ്കിൽ, നീ ഒരു കപ്പിലേക്ക് നിന്നെ ഒഴിച്ച് കഴിഞ്ഞാൽ നീ കപ്പായി മാറും. ഒരു ബോട്ടിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നീ ബോട്ടിലായി മാറും. അതങ്ങനെയാണ് അതിൻ്റെ ബേസിക് ഐഡിയ. അപ്പം ആക്ടിങ് അല്ലെങ്കിൽ ഒരു ആക്ടർ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എല്ലാം ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹ്യൂമർ ആയിക്കോട്ടെ, സീരിയസ് ആയിക്കോട്ടെ, ലൈക്ക് ദ മിഡിൽ ലെവൽ കൈൻഡ് ഓഫ് ക്യാരക്ടർ റോൾസ് എന്തും ആയിക്കോട്ടെ, അത് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. കാരണം ഇന്നത് മാത്രമേ ചെയ്യൂ എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഐ ഡോണ്ട് തിങ്ക് എക്സ്പ്ലോർ. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു സിനിമ ചെയ്യാനല്ല, പല പല കഥാപാത്രങ്ങൾ മുമ്പോട്ട് ചെയ്യാൻ വേണ്ടി അതിനോടുള്ളൊരു ഏർജാണ്, അതിനോടുള്ളൊരു കൊതിയാണ്. അതങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇപ്പം എനിക്ക് ഇപ്പം ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, അമൃതം ഗമയ എന്ന് പറഞ്ഞ പടത്തിൻ്റെ അകത്ത് ലാലേട്ടൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ട്രാൻസിഷനാണ്. അദ്ദേഹം ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആയിട്ടുള്ളൊരു പീരീഡും കാണിക്കുന്നുണ്ട്, ഒരു ഏജ്ഡ് ആയിട്ടുള്ള പീരീഡും കാണിക്കുന്നുണ്ട്. ഐ തിങ്ക് ഹി വാസ് ലൈക്ക് 27 or something, 27. എൻ്റെ പ്രായത്തിലാണ് അദ്ദേഹം അത് ചെയ്തത്. അപ്പോൾ എനിക്ക് ഭയങ്കര വണ്ടർ അടിച്ചിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ഇരുന്ന് കണ്ട്. കാരണം ഒരു ഫ്രെയിമിലും ഈവൻ ദോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് നമ്മൾ മേക്കപ്പ് ഇട്ടിട്ടാണെങ്കിലും എന്തിട്ടാണെങ്കിലും അങ്ങനെ ഓവർ മേക്കപ്പ് ഒന്നുമില്ല, നരപ്പിക്കും, അവിടെ ഇവിടെയൊക്കെ നരച്ച് മുടിയൊക്കെ ആയിട്ടുള്ള ഇതാണ്. പക്ഷേ ദ വേ ഹി ലുക്സ്, ആ ഒരു പ്രായം, ഒരു തളർച്ച അല്ലെങ്കിൽ ഒരു രീതി, ഒരു ശൈലി പിടിച്ച് അയാളൊരു എനർജറ്റിക് ആയിട്ടുള്ളൊരു യൂത്തിൽ നിന്ന് ഒരു പ്രായമായ ഒരാളിലേക്ക് മാറുന്ന ഒരു ട്രാൻസിഷനൊക്കെ കാണിക്കുക. അപ്പം പ്രായമാകുന്ന ക്യാരക്ടർ കാണിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ചാലഞ്ചിങ് ആണ്. ഞാൻ നോക്കിയിട്ട് എനിക്ക് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ട് തോന്നുന്നതാണ്. അപ്പോൾ അങ്ങനെ ആഗ്രഹമുണ്ട്, ഇങ്ങനെ കുറച്ച് ലൈക്ക് രണ്ട് പീരീഡ് ചെയ്യുക, ലൈക്ക് യങ് ആൻഡ് ഓൾഡ്. അടിപൊളിയായിട്ട് അത് പെട്ടെന്ന് തന്നെ കിട്ടട്ടെ, നമ്മൾ കിട്ടട്ടെ അല്ലേ, പ്രേക്ഷകർക്കും ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ, അത് നമുക്ക് ചോദിക്കാം. അതായത് 27 വയസ്സായി, ഇങ്ങനെയാണ് ബാക്കിയുള്ള ഞാൻ ഉദ്ദേശിച്ചത് വിവാഹം, ഇനിയുള്ള ജീവിതം അങ്ങനെ. അല്ല, വിവാഹം എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുന്ന കാര്യമല്ലേ. പ്രണയമുണ്ടോ? പിന്നെ പ്രണയമില്ലാതിരിക്കും, പ്രണയമല്ലേ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം. പ്രണയം അങ്ങനെയല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ പറഞ്ഞാലും മതി, എത്ര പ്രണയമുണ്ട്? അല്ല അങ്ങനെയല്ല കേട്ടോ, ഒരാളോടുള്ള ഇങ്ങനെ കടുത്തമായിട്ടുള്ള പ്രണയം അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞത്. പ്രണയം എനിക്കെന്നും പ്രണയം, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ വർക്കിനെ ഭയങ്കരമായിട്ട് പ്രണയിക്കുന്ന ഒരാളാണ്. ഓക്കെ, അപ്പം ഞാനത് എപ്പോഴും ഞാനത് ഫസ്റ്റ് വെക്കും, ഞാൻ മുമ്പിൽ അതാണ് വെക്കാറ്. അപ്പം വീട്ടിൽ ഈ പറഞ്ഞ പോലെ നീ ചോദിച്ച പോലെ കിടന്ന് ചോദിക്കുന്നുണ്ട് കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ. പക്ഷേ അവിടെയും അവർക്ക് അടിസ്ഥാനപരമായിട്ടൊരു തടസ്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഞാൻ ഇങ്ങനെ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ ഇതിലേക്ക് വരുമ്പോഴേക്കും ലൈക്ക് പഴയ ആൾക്കാർ, അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല, അവരുടെ ചിന്താഗതി എങ്ങനെയാണ്. ഞാനൊരു കാര്യം പറയാതെ എനിക്കൊരു ചിരി വന്നൊരു കാര്യമാണ്. ഞാൻ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ ഇതുപോലെ പോയി ഒരു ചെറിയ പരിപാടിക്ക് പോയാണ്. അപ്പം ഒരു അപ്പാപ്പൻ, ഞാൻ പറഞ്ഞല്ലോ കോട്ടയം ബേസിക്കലി ഒരു അപ്പാപ്പനാണ്. പുള്ളി ഇങ്ങനെ വന്നു, ഇത് നല്ല അല്ല ആടിത്യത്തിലൊക്കെ വന്നിങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു
അഭിനയം കാര്യങ്ങളൊക്കെയാണ് വർക്ക് ചെയ്ത് ഇങ്ങനെ പോകാൻ. അപ്പോൾ അപ്പോൾ അതല്ലാതെ വേറെ എന്ത് ജോലി ചെയ്യുന്നു? ഞാൻ ചോദിച്ചു, ഇത് ജോലിയല്ലേ, ജോലിയായിട്ട് നിങ്ങൾ കണക്കാക്കുന്നില്ലേ? ഞാൻ മനസ്സിൽ ചോദിക്കും, നമ്മൾ ചോദിക്കത്തില്ലല്ലോ. നിങ്ങൾ മനസ്സിൽ ചോദിച്ചു, വേറെ ഒന്നുമില്ല ഇതാണ് വെച്ചിട്ട് പുള്ളി പോയി. അപ്പം ഞാനൊരു സംഭവം കൊള്ളാലോ പുള്ളിയുടെ. ഞാനപ്പോൾ എൻ്റെ അടുത്തിരുന്ന ഇതേപോലെ എൻ്റെ ഒരു ആളുടെ ചോദിച്ചു, എന്നാ പരിപാടിയാണ്? പുള്ളി പശുവിനെ വളർത്തി അവിടെ പാല് സൊസൈറ്റിയിൽ കൊടുക്കുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹം വരെ പുച്ഛിക്കാൻ തുടങ്ങി. ഒരു ആക്ടർ എന്ന് പറയുന്നത് അതൊരു മോശമായ ജോലിയാണെന്നല്ല കേട്ടോ പറഞ്ഞത്. അപ്പം ഞാൻ ഒരാഴ്ച മുമ്പേ ഞാൻ എൻ്റെ കാർ ഇറക്കിയുള്ളൂ. ഞാൻ എൻ്റെ കാർ ഇറക്കിയിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയും ചെയ്തു. അപ്പം അടിസ്ഥാനപരമായിട്ട് നമ്മൾ പറയുമ്പോൾ ഇത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അതാണെങ്കിൽ എങ്ങനെയാ എന്നുള്ള ഒരു ഇതുണ്ട്. സത്യമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എന്താ ചെയ്യണേ, ഞാൻ സുമരൻ പരിപാടിക്ക് മനില ചോദിക്കെ പൊക്കോടെ, അതായത് ഇതൊന്നും നല്ല ജോലിയല്ലേ. ആൾക്കാർ ഇന്നും അതിനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രതിസന്ധി. നമ്മൾ ഇതിനകത്തൊക്കെ ഇടുന്ന എഫേർട്ട് എത്രത്തോളം ഉണ്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുന്നതല്ലേ, ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് പക്ഷേ ഈ ഇതുപോലത്തെ കുറേ ആൾക്കാരുണ്ട്, അവർ നോക്കുന്ന ഇപ്പം അവരിപ്പോൾ എന്താ ചെയ്യുക, അവർ ചാണകം കോരി അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് പവിത്രമാണ്. അവരത് ചെയ്യുന്ന അവർ നല്ല അടിപൊളിയായിട്ട് പശുവിനെ കറക്കുക, ഇത് ചെയ്യുക ഒക്കെ. എനിക്കതുപോലെ ഞാൻ ചെയ്യുന്ന കാര്യം എനിക്ക് ഭയങ്കര ഒരു സ്ക്രിപ്റ്റ് വായിച്ച് അതിലേക്ക് ഇൻവോൾവ് ആയി ഞാൻ പോയി ക്യാമറയുടെ ഫ്രണ്ട് വയ്ക്കുന്നത് അത് എനിക്കും പവിത്രമാണ്. അപ്പം ഒന്നിനെയും വില കുറച്ച് കാണാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ അടിസ്ഥാനപരമായിട്ട് ഞാൻ പറയുക. തീർച്ചയായിട്ടും എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള റെസ്പെക്റ്റ് ഉണ്ട്. ഞാൻ പറയും, ഞങ്ങളുടെ വീട്ടിൽ പശു ഉണ്ടായിരുന്നു, എൻ്റെ വീട്ടിൽ പശു ഉണ്ടായിരുന്നു. എൻ്റെ എൻ്റെ ഫാദറിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് ഈ ഫാമിങ്. ഞാൻ പശു ഉണ്ടായിരുന്നു, മുയലുണ്ടായിരുന്നു, കൽഗം എന്ന ടർക്കി, പിന്നെ ഈ എന്താ പറയുക ഡക്ക് ഉണ്ടായിരുന്നു, പിന്നെ ഈ പറയുന്നത് പിന്നെ ആടുണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ ഞാനിങ്ങനെ അതും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ വീഡിയോസിലൊക്കെ കാണുന്ന ചെറിയ കുട്ടി മറ്റേ ഡൈപ്പറൊക്കെ അങ്ങനെ അല്ല, അത്ര കുഞ്ഞല്ലായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് വലുതാണ്. ഞാനൊരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ആ റേഞ്ചിലൊക്കെ. അപ്പം പിന്നെ ഞാൻ ബ്രീഡിങ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് എനിക്ക് ഡോഗ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഗ്രേറ്റ് ഡെയിൻ എന്ന് പറഞ്ഞ ബ്രീഡുണ്ട്. അപ്പോൾ അതിനെ ബ്രീഡിങ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് എല്ലാം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കിട്ടിയ ചുരുക്കം സമയത്ത് ഈ ലോകത്ത് കിട്ടിയ ഇഹലോകവാസത്തിൽ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും തന്നിരിക്കുന്ന ഓരോ ഭംഗിയായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. നമ്മളെല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് അതുവരെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, അത് വേറെ ഒരാൾക്ക് ദോഷം വരുന്ന രീതിയിലല്ലാതെ എന്തും ആവട്ടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക, ഭംഗിയായിട്ടിരിക്കുക. ടോപ്പിക്ക് നമ്മൾ പോയി. ഇത് പറയും ക്രഷ്, ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് മെസ്സേജുകൾ, ഫാൻസ്, ആരാധികമാര് ഇതൊക്കെ വന്നിട്ടും അല്ല ഉണ്ട് അങ്ങനെയൊക്കെ വരാറുണ്ട് കേട്ടോ. മെസ്സേജും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം, നല്ല കാര്യം. അങ്ങനെയല്ല പറഞ്ഞത്, ചോദിച്ചപ്പോ തന്നെ പ്രസാദിച്ചു. അല്ല, അതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമില്ല. നമ്മളൊരു കാര്യം ചെയ്യുക. അതിപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ആൺകുട്ടികളുടെ മെസ്സേജ് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സംഭവങ്ങൾ. അല്ല, സീരിയസ്ലി എനിക്ക് അതും ഒരു വേറെ ഒരു തലത്തിലേക്ക് ഞാനിങ്ങനെ ഇടയ്ക്ക് ചിന്തിക്കും. ഞാനിങ്ങനെ ഓർക്കും പെൺകുട്ടികളെക്കാൾ, കാരണം മേ ബി ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ ആയിരിക്കും. സൈക്കോ എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്യുമ്പോൾ അത് ഇഷ്ടപ്പെടുന്ന കൂടുതൽ ആൺകുട്ടികളായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടായിരിക്കണം പോടാ, അതല്ല അങ്ങനെയൊക്കെ ഒരു സംഭവം. ആ ഒരു ക്യാരക്ടറിനോടുള്ള ഒരു ആരാധന അങ്ങനെയല്ല. പിന്നെ നമ്മളൊരു ആർട്ടിസ്റ്റിനെ നമുക്ക് മെസ്സേജ് അയക്കാന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത് വെക്കുന്ന സാധനങ്ങളാണ് അവർക്ക്, എന്നെ അല്ലാതെ അവർക്ക് പേഴ്സണലി അറിഞ്ഞുകൂടാ. അവർ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് കണ്ടിട്ട് അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. അതനുസരിച്ചായിരിക്കും നമ്മളോട് റെസ്പോൺസ് ചെയ്യുക. നവാഗതരായിട്ട് വരുന്ന പുതിയ ആൾക്കാരില്ല, അപ്പം പുതിയതായിട്ട് ഈ മേഖലയിലേക്ക് എത്തണം, ഇതിലേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഇതുപോലൊരു മോഹവുമായിട്ട്, നല്ലൊരു മോഹവുമായിട്ട് ഈ ഒരു മേഖലയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന നവാഗതരോട്, ഇൻക്ലൂഡിങ് മീ, നല്ലൊരാഗ്രഹമുണ്ട്. എന്താണ് അവരുടെ അടുത്ത് കൊടുക്കാൻ പറ്റുന്നൊരു അഡ്വൈസ്, അല്ലെങ്കിൽ എന്താണ് പറയാനുള്ളത്? അഡ്വൈസ് കൊടുക്കാനൊന്നും ഞാനാണല്ല, ഞാനങ്ങനെ ചോദിക്കുന്നത് കേട്ടോ. ഞാനങ്ങനെ അഡ്വൈസ് കൊടുക്കാനല്ല. നമ്മൾ ചെയ്ത് വരുന്ന രീതി വെച്ച് നോക്കുമ്പോൾ
നമ്മൾ എന്താണ് ചെയ്തത് അത് ഇങ്ങനെ ചെയ്താൽ വിഷയമാവും, അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായം പറയാൻ പറ്റും. അത് വെച്ച് ഞാൻ പറയാം, തടസ്സങ്ങളെ ഉണ്ടാകത്തുള്ളൂ നമ്മളൊരു കാര്യത്തിൽ വരുമ്പോൾ. അല്ലെങ്കിൽ യു ഷുഡ് ബോൺ വിത്ത് എ ഗോൾഡൻ സ്പൂൺ. നമ്മൾ ഗോൾഡൻ സ്പൂണായിട്ടൊക്കെ ജനിച്ച ആൾക്കാർ, നമ്മൾ ഒരു സിനിമ ഇൻഡസ്ട്രിയിലുള്ള ഒരു ഫാമിലിയിൽ ജനിച്ച് വരുവാണെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു കണക്ഷൻ കാണും. എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടേണ്ട കാര്യത്തില്ല. ഇങ്ങനെ ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യാം, അത് ചെയ്യാം. പണ്ട് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ആരെ വിളിച്ചാലാണ് ഇത് അറിയാൻ പറ്റുക, എങ്ങനെയാണ് അവസരമുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റുന്നത് എങ്ങനെയാണ്. നമുക്ക് അങ്ങനെ ഒരു കണക്ഷൻ ഇല്ലാത്തപ്പോൾ നമുക്ക് പേടിയല്ല, നമുക്ക് അറിഞ്ഞൂടാ ആരെ വിളിക്കണം. നമുക്ക് ഈ സിനിമയിൽ ആരാണ് ഈ ഇതിലേക്ക് എടുക്കുന്നത്, ഡയറക്ടറാണോ പ്രൊഡ്യൂസറാണോ അതോ കൺട്രോളർ എന്നുള്ള പേരൊന്നും അറിഞ്ഞൂടാ, ആണോ എന്താണ് അതൊന്നും അറിഞ്ഞൂടാ. അപ്പം തടസ്സങ്ങളായിരിക്കും കൂടുതൽ മുമ്പ് വരുന്നത്. അപ്പം നമ്മുടെ എന്താ പറയുക, ഇറ്റ്സ് ഓൾ അബൌട്ട് ഞാൻ കോട്ട് പറഞ്ഞ് ഇപ്പോൾ ഒരു കോട്ടേഷായി മാറുമെന്നുള്ളത് ഞാൻ പറയാം. ഇതുപോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കോട്ടാണ്, ലൈഫ് ഈസ് ഓൾ അബൌട്ട് BCD എന്ന് പറയും. BCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B ഫോർ ബർത്ത്, D ഫോർ ഡെത്ത്. ജനനവും മരണവും, ജനിച്ചാൽ മരിക്കും, നടുക്കുള്ള ഒരു C ഉണ്ട്. C എന്ന് പറഞ്ഞാൽ ചോയ്സ് എന്ന് പറയും. ചോയ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തീരുമാനങ്ങളാണ്. നീ ജനിച്ച് നീ സന്തോഷവാനായിട്ട് നിനക്ക് മരിക്കണോ അതോ നീ എങ്ങനെയാണ്, അതെല്ലാം നമ്മുടെ ചോയ്സാണ്. അപ്പം അത് എടുക്കാൻ പ്രാപ്തരായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതം മുമ്പോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്ന് വിശ്വസിക്കാം. അപ്പം അതാണ് നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ ചോയ്സാണ്. നമ്മുടെ ഓരോ കാര്യം, ഇപ്പം ഞാൻ ജോലി രാജിവെച്ചത് എൻ്റെ ചോയ്സാണ്. എല്ലാവരും ഞാനത് ചെയ്തുകൊണ്ട് പോയത്. അപ്പം എനിക്കിത് ചെയ്യണമെന്നുള്ളത് എൻ്റെ ചോയ്സാണ്, ഞാൻ അതുകൊണ്ട് ഇത് ചെയ്യുന്നു. ഓരോ കാര്യങ്ങളും, എല്ലാ തീരുമാനങ്ങളും നമ്മുടെയാണ്. അത് ദൈവമായിട്ട് നമുക്ക് അങ്ങനെ ഒരു സംഭവം തന്നിട്ടുണ്ട്, തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവ് തന്നിട്ടുണ്ട്. എന്നിട്ടും അത് എടുക്കാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ല, അയ്യോ എൻ്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. അത് ഏറ്റവും ബോറായിട്ട് അങ്ങനെ കുറ്റപ്പെടുത്തി എനിക്ക് ഇതിൽ ആരും വരത്തില്ല. നമ്മൾ തന്നെ ഓടണം. അതെ, സത്യം. ഞാൻ ഒരിക്കലും ഈ പറയുന്ന പോലെ ഇന്നലകളെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ട് ഒന്നും കിട്ടാനില്ല. പക്ഷെ ഏറ്റവും വൈകിയത് റിലേഷൻ. എല്ലാ മനുഷ്യൻ്റെയും ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവുമല്ലോ. ഇപ്പം ചേട്ടൻ്റെ കാര്യത്തിലാണെങ്കിലും ആ ഒരു വർക്കിൻ്റെ ഇടയ്ക്ക് ആ ഒരു സീരിയല് അതിലേക്ക് സീരിയലിലേക്ക് പോയിട്ട് ഒരു ക്യാരക്ടറിന് ഒരു ജീവൻ നൽകി ആ ഒരു സമയമൊക്കെ വന്ന സമയത്താണ് ചേട്ടൻ്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നൊരു ഇതിനായിരുന്നു. എന്ന് പറഞ്ഞ പോലെ തിരിച്ചറിഞ്ഞു ഇങ്ങനെ ടേണിംഗ് പോയിന്റ് സംഭവമൊക്കെ. അല്ല, എൻ്റെ ടേണിംഗ് പോയിന്റ് അടിപൊളിയായിരുന്നു. ഞാൻ ആ ജോലി രാജിവെച്ച് കഴിഞ്ഞപ്പോഴേക്കും 2 മാസം 3 മാസത്തിനുള്ളിൽ എൻ്റെ സീരിയൽ നിർത്തുകയും ചെയ്തു. അടിപൊളി ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഞാനിങ്ങനെ നോക്കാൻ നേരത്ത് ഫുൾ ഇരുട്ട്, എങ്ങോട്ട് പോകും, എന്ത് ചെയ്യും, ജോലിയും പോയി ഇതും പോയി. പക്ഷേ അതാണ് നമ്മൾ ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ നമ്മളെ എത്രത്തോളം നമ്മളെ അതാ പറയുന്നത്, നമ്മളൊരു പണി ചെയ്യുമ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഞാനത് ചെയ്ത് വെച്ച് 1 മാസത്തിനുള്ളിൽ എനിക്ക് അടുത്ത പ്രോജക്റ്റ് ഓണായി. അത് വലിയൊരു കാര്യമാണ്. ഞാനങ്ങനെ വിശ്വസിച്ചു. കാരണം ശമ്പളം ഇല്ലാതെ 1 മാസം പോലും എനിക്ക് നിൽക്കേണ്ട വന്നില്ല. കാരണം ഇത് കഴിഞ്ഞപ്പോൾ അടുത്തത് വന്നു. അത് വലിയൊരു കാര്യമല്ലേ. അതിന് നമ്മളെ സഹായിക്കുന്ന കുറേ ആൾക്കാരാണ്, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ കാണും. അപ്പോൾ എല്ലാവരുടെ അടുത്തും നല്ല രീതിയിൽ ഇടപെടുക, നല്ല രീതിയിൽ പോവുക, ചിരിച്ച് കളിച്ച് അങ്ങനെ നമ്മുടെ ഒരു സ്പേസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതേ വരൂ, നമുക്ക് നല്ലതേ വരൂ. ഞാൻ പറഞ്ഞല്ലോ, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ആരെയും ഉപദ്രവിക്കാതിരിക്കുക. ബേസിക്കലി ആരും ഉപദ്രവിക്കാതിരിക്കുക. പറ്റുമെങ്കിൽ എൻ്റെ അമ്മ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, വന്നിട്ടില്ലെങ്കിലും നിന്നിക്കരുതെന്ന് പറയും. അത് അടിസ്ഥാനപരമായിട്ട് ഭയങ്കര അർത്ഥമുള്ള ഒരിതാണ്. ഇപ്പം ഈ മതത്തിൻ്റെ പേരിലും അതിൻ്റെ പേരിലും ഇതിൻ്റെ പേരിലും ഒക്കെ വഴക്കും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ വിശ്വസിക്കുന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ, മനസ്സിലുണ്ടെങ്കിൽ അത്ര നല്ല കാര്യമാണ്. നമ്മൾ വഴിക്കാൻ പോകേണ്ടതല്ല, പക്ഷെ നിന്നിക്കാതിരിക്കുക. അപ്പം അത് നല്ലതാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി ബെസ്റ്റ് തിങ്. ഈ തുടരും സിനിമയിലെ ഡയറക്ടറായിട്ടുള്ള നമ്മുടെ തരുൺ മൂർത്തി സാർ, ലാൽ സാറിൻ്റെ ഒരു സാധനം പറഞ്ഞത്, അതായത് ഇവരെ വണ്ടിയിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാലേട്ടൻ ഇങ്ങനെ ഫോണിൽ തോന്നി പെട്ടെന്ന് ചോദിച്ചു, അത് ലാലേട്ടൻ അറിയാൻ പറ്റും, എനിക്ക് അങ്ങനെ എന്താ പറയുക, ഒരു പ്ലസന്റ് മൂഡിന് അവനവൻ്റെ സന്തോഷം അല്ലേ, അങ്ങനത്തെ ഒരു അതായത് നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ. നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക. അല്ലെങ്കിൽ വേറെ ആർക്കും വന്നിട്ട് ആരും ഹാപ്പി ആകത്തില്ല. ലാലേട്ടൻ ഇത് കണ്ടു, ഇത് പറഞ്ഞു, അവിടെ കഴിഞ്ഞു. അതെ,
വിട്ടു. അത് ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഫേസ് ചെയ്യേണ്ട ഈ ട്രോളും ഈ കാര്യങ്ങളും ഒക്കെ. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ട്രോൾ ചെയ്യുന്നവർ അവർ അത് വെച്ചിട്ട് ദേ ആർ ക്രിയേറ്റിങ്, അവരും ക്രിയേറ്റീവായിട്ട് ചിന്തിച്ചിട്ടാണ് അവിടെ വരിക. ചുമ്മാ നമ്മൾ എന്ത് എഴുതി വെച്ചാലും ഒന്നും ഇതാതില്ല. ചില ട്രോളുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഓർത്തോർച്ചിരിക്കും. പഴയ ജഗതി സിനിമകളിലെ തമാശ പോലെ, അല്ലെങ്കിൽ പഴയ ആൾക്കാരുടെ തമാശ പോലെ നമ്മൾ ഞെട്ടിപ്പോകുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ട്. അത് ഭയങ്കര ക്രിയേറ്റീവായിട്ട് എടുക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ എനിക്ക് പറയാം, എന്നെക്കുറിച്ച് അല്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ എന്നെക്കുറിച്ച് വരുമ്പോൾ എനിക്ക് സങ്കടം ഉണ്ടാവും. മനസ്സിലായോ? അത് തന്നെയാണ്. ഇപ്പോൾ ഓരോ ആൾക്കാർക്ക് വരുമ്പോൾ അവർക്കൊരു ചെറിയ സങ്കടം ഉണ്ടാവും. പക്ഷേ ആസ്വദിക്കുന്ന ആൾക്കാർ ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിരിക്കും. രസകരമാണ് ആ ഒരു പരിപാടി. അത് ഈ ഹാംഫുൾ ആയിട്ടുള്ള കാര്യമല്ല പറഞ്ഞാൽ, ഈ തമാശ രൂപേണ ചെയ്യുന്ന സാധനങ്ങൾ, ഹേർട്ട് ചെയ്യുന്ന കുറേ സാധനങ്ങൾ, അത് അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഒരാളെ ഹേർട്ട്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഉപദ്രവിച്ചിട്ട് നേടുന്ന ഒന്നും ശാശ്വതമല്ല. അത്രേ ഉള്ളൂ. അങ്ങനെ അത് ചിന്തിക്കുക. ഓണം വരാൻ പോവാണ്. എന്താ ഓണത്തിൻ്റെ പരിപാടികളും? ഓണത്തിൻ്റെ പരിപാടികൾ പ്രത്യേകിച്ചൊന്നുമില്ല. വീട്ടിൽ പോകണം, നാട്ടിൽ പോകണം. ഞാൻ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ട് എല്ലാവരും കുടുംബമായിട്ട് എല്ലാവരും നാട്ടിൽ പോകുമ്പോൾ അതൊരു സന്തോഷമാണല്ലോ. അതാണ് എനിക്ക് നാട്ടിലൊക്കെ പോവുക. ഇങ്ങനെ അവിടെ കൂട്ടുകാരൊക്കെ, ഇപ്പോൾ കൂട്ടുകാരൊന്നുമില്ല, അവരെല്ലാവരും പുറത്താണ്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു 90s ജനിച്ച പകുതിക്കുള്ള ആൾക്കാരുടെ, നമ്മളൊക്കെ നാട്ടിലുള്ള ആൾക്കാർ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ഈ ഓരോ മനുഷ്യരും ഇല്ല അവിടെ. കാരണം എല്ലാവരും ഒന്നെങ്കിൽ കാനഡയോ അല്ലെങ്കിൽ വല്ല ഓസ്ട്രേലിയയോ അവിടെ എവിടെയൊക്കെ ആയിട്ട്. കൂട്ടുകാരെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ രസമല്ലായിരുന്നു. പണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. നമുക്ക് ഈ ഓണം കേൾക്കുമ്പോഴേക്ക് അമ്പോ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ കൂടുക, ഓണക്കളികളുണ്ടാവും അവിടെ, ഓരോ പരിപാടി ഒക്കെ പോവുക, ഒക്കെ രസമായിരുന്നു. ഓണം ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ ഒരാഴ്ച മുമ്പ് തൊട്ടിട്ട് പരിപാടികൾ തുടങ്ങുകയാണ്. അത് അതൊക്കെ പോയി അതൊക്കെ. അത് പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോഴും അതെന്താണെന്നറിയോ, നമ്മുടെ കുഴപ്പമാണ്. നമുക്കത് അനുഭവിക്കാൻ പറ്റിയ എന്തുകൊണ്ടാണെന്നറിയോ, നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ആൾക്കാർ നമുക്ക് വേണ്ടി അത് പിന്നെയും നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് അത് കാഴ്ചവെച്ചു. അതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റി. ഇപ്പം നമ്മുടെ ജനറേഷൻ എന്താ ചെയ്യുക, നമ്മളെല്ലാവരും ഇവിടെ നിന്ന് പോകും. അവിടെ പോയിട്ട് ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ, ഞാൻ ഉൾപ്പെടെ ഇരുന്ന് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഇരുന്ന് പറയും, ഇപ്പോൾ ഒന്നുമില്ല, ഇതുണ്ടാകണമെങ്കിൽ നമ്മൾ തന്നെ ചെയ്യണം. എന്നാലേ നമുക്ക് ഇനി വരുന്ന ഫ്യൂച്ചർ ജനറേഷൻ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെയാണ്, ഇതാണ് നമ്മുടെ പാരമ്പര്യം, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അതൊക്കെ ചെയ്തെടുക്കാൻ ആരും ഇല്ല, ആൾക്കാരില്ല. അതാണ് കുഴപ്പം. അയ്യോ, അത് ശരിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു പുറത്തൊക്കെ ആ ഒരു തിരുവോണത്തിന് അന്ന് മറ്റേ ഓർഡർ ചെയ്ത് വരുന്ന സദ്യ അത് കഴിക്കുന്നു. അതുകൊണ്ട് ചിന്തിക്കാൻ പറ്റുമോ സദ്യ ഓർഡർ ചെയ്ത് കഴിക്കുന്നവരെ? അല്ല, അത് എല്ലാം പോയില്ലേ, എല്ലാം പൊളഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ കോൺസെപ്റ്റേ പൊളഞ്ഞില്ലേ. സദ്യ വീട്ടിലുണ്ടാക്കുക ഒത്തൊരുമയ്ക്ക് വേണ്ടിയാണ് അതൊക്കെ. അത് വീട്ടിലുണ്ടാക്കി എല്ലാവരും കൂടി ഇരിക്കുക, നല്ല ഇല വെട്ടാൻ പോകുന്ന ടീമുകൾ കാണും, പൂ പറിക്കാൻ പോകുന്ന ടീമുകൾ കാണും. അതിനു വേണ്ടി എല്ലാം ഓരോ ടീം, അല്ലെങ്കിൽ ഓണക്കളികളോ ഓരോ കാര്യങ്ങളുണ്ട് അതിനു വേണ്ടി. അതൊക്കെ ബേസിക്കലി അതെല്ലാം പൊളഞ്ഞിട്ട് ഇപ്പം ഓർഡർ ചെയ്യുക, സൊമാറ്റോയിലോ അല്ലെങ്കിൽ സ്വിഗ്ഗിയിലോ ഒക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് അത് പോയി. അത് പറയേണ്ട കാര്യമില്ല. പക്ഷെ ഇത് എൻജോയ് ചെയ്യാം. അതെ, ഇത് എൻജോയ് ചെയ്യാന്നല്ലാതെ വേറെ നിവൃത്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ യൂത്തായിട്ടുള്ള ആൾക്കാരെല്ലാം ഇറങ്ങി അതിനുവേണ്ടി പറ്റും. അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യുന്നവർക്ക് ഹാറ്റ്സ് ഓഫ്. നാട്ടിൻ പ്രദേശത്ത് അതാണ് അത് അങ്ങനെ ഉണ്ടായിരിക്കണം. നമ്മൾ കുട്ടികൾക്കൊക്കെ ഇനി വരുന്ന ജനറേഷനൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കണം ഇതാണ്. കാരണം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വലിയ ജനറേഷനാണ് ഇപ്പോഴത്തെ. കാരണം അവർ എല്ലാം ഈസി അവൈലബിൾ ആയപ്പോൾ അതാണ്. ഞാൻ ഈ അടുത്തൊക്കെ കുറേ വീഡിയോസ് കണ്ടിരുന്നു, കൊച്ചു പിള്ളേർ പറയുന്നത്, ഞാൻ നിങ്ങളുടെ ജനറേഷൻ പോലെയൊന്നുമല്ല കേട്ടോ, ഞാൻ ഞങ്ങളുടെ ജനറേഷൻ. കാരണം ആ ഒരു ധാർഷ്ട്യം മനസ്സിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മളനുഭവിച്ചത് വേറെ കാര്യമാണ്. അത് തന്നെ ഒരു ഭംഗിയുണ്ട്. അവരനുഭവിക്കുന്നത് വേറെ കാര്യമാണ്, ഒരു ഭംഗി. നമ്മൾക്ക് പണ്ട് ഞാൻ പറയാം, ഇൻ്റർനെറ്റ് കഫേയിലൊക്കെ പോയിട്ടാണ് നമുക്ക് 15 രൂപയ്ക്ക് 20 രൂപയ്ക്കൊക്കെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ പറ്റുക. ഞാൻ ഏറ്റവും കൂടുതൽ ഈ കാസ്റ്റിംഗ് കോൾ അയക്കാൻ ഇപ്പം www.castingforyou.com ഞാൻ ഒരിക്കലും മറക്കത്തിലാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിലാണ് കാസ്റ്റിംഗ് കോളൊക്കെ ഞാൻ അയക്കുക. അപ്പോൾ ഇതിനു വേണ്ടി 15 രൂപ ഒപ്പിക്കും. ഫസ്റ്റ് 15 രൂപ ഒപ്പിച്ചിട്ട് നേരെ ഇൻ്റർനെറ്റ് കഫേയിൽ പോവും. അവിടെ പോയി നിന്ന് അങ്ങനെയൊക്കെ ചെയ്യും. ഇപ്പം ഓഡീഷൻസ് വരുന്ന ഒരു ഫോണിൽ. അപ്പം അതും ഭയങ്കര ഒരു എൻജോയ്മെൻറ്റ്. അതിന് കുറച്ചും കൂടെ എന്താ പറയുക, ഒരു ബ്യൂട്ടി കൂടും. കാരണം നമ്മൾ അതിന് എഫേർട്ട് ഇടുന്ന, വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു പോയി അവിടെ പോയി നിന്ന് ചെയ്യാം. രസമായിരുന്നു കേട്ടോ. അതാ പറഞ്ഞത്, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഭംഗിയുണ്ട്. ഇപ്പം നമ്മൾ പറയട്ടെ, നമ്മളിപ്പോൾ പറയത്തില്ല പഴയ ടീച്ചർ എന്ന് പറയാൻ, അങ്ങനെയൊന്നും പറയാൻ. പഴയ ടീമുകളാണെങ്കിൽ നമുക്കത് അനുഭവിക്കാൻ പറ്റില്ല. അവർക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടെങ്കിൽ ആ സമയത്ത് അനുഭവിക്കാൻ പറ്റിയതും.
പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് എൻ്റെ ഒരു ബേസിക് കാര്യം. എല്ലാം ബഹുമാനിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഇപ്പോൾ പുതിയ കാരണം നമ്മളിപ്പോൾ ഈ പുതിയ ഓരോ സാധനങ്ങളും നമ്മളും യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പുതിയതായിട്ട് ജനിച്ച അല്ലെങ്കിൽ പുതിയ ജനറേഷൻ they will not be able to explore what we explore. നമ്മുടെ ആ സമയത്ത് എക്സ്പ്ലോർ ചെയ്ത കാര്യം ദാറ്റ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. അതാ പറഞ്ഞത്. അത് ഞാൻ കുറച്ച് വീഡിയോസ് കണ്ട അതിൻ്റെ ആ വർഷം ഞാൻ തീർന്നതാണ്. അല്ല അതെന്തുകൊണ്ടാണെന്നറിയാം, നമുക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ആൾക്കാരില്ല. ഓക്കെ. കാരണം നമുക്ക് നമ്മുടെ തലമുറയെ നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരുന്ന പോലെ നമുക്ക് അവരെ കാണിച്ചു കൊടുക്കാൻ നമ്മൾ ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല. ഭയങ്കര വെരി ലേസി പീപ്പിൾ ചെയ്യാം. നമ്മളിവിടെ നിന്ന് നേരെ പോവുക, രാജ്യം കിടക്കുക, അവിടെ പോവുക, അവിടെ ഹാപ്പി ആകുക, നല്ല കാര്യം അവിടെ പോയി ചെയ്യിച്ചോട്ടെ. കാരണം അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആര് കാണും? പിന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. എനിക്ക് തോന്നുന്നു അവർ പുറത്തേക്ക് പോകുന്ന ആൾക്കാരുടെ കോണ്ടാക്ട്സും ഈ സർക്കിൾസ് എല്ലാം വളരെ ഷോർട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കാലഘട്ടത്തിലൊക്കെ ചേട്ടനൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കിനും ഒരു കൂട്ടം ആൾക്കാരാണ്, ഫ്രണ്ട്സായിട്ടും പ്രായമായാലും അവരൊക്കെ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഭയങ്കര ഭംഗിയാണ് അത്, ആ ഒരു ഫ്രണ്ട്ഷിപ്പിനും ആ ഒരു തീർച്ചയായിട്ടും ഒരുമിച്ച് എല്ലാവരും കൂടെ പോയി പുറത്തേച്ചാർന്നു ഫുൾ ബിസിയാണ് പരിപാടി. രസമാണ്. സൂര്യനൊക്കെ പോയിട്ട് മറ്റേ 7 മണിയുടെ സീരിയൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് വടിയായിട്ട് അമ്മ നിൽക്കുക, അങ്ങനെയൊക്കെ ഭയങ്കര കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നും ഇപ്പോൾ ആർക്കെങ്കിലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമില്ല. അപ്പോൾ അത് ഓരോ ജനറേഷൻ്റെ ഒരു ഭാഗ്യമായിരുന്നു. ഭയങ്കര അടിപൊളി ഒരു കാര്യമായിരുന്നു അതൊക്കെ. പിന്നെ ഇനി നമുക്ക് ഈ എല്ലാ മേഖലകളിലും അതിൻ്റേതായിട്ടുള്ള ഓരോ പൊളിറ്റിക്സ് ഉണ്ടാവും. ഇപ്പം സീരിയൽ മേഖലയിലെ ഒരു സീരിയൽ പ്രവർത്തനം എന്നുള്ള നിലയിൽ അതിനകത്തെ പൊളിറ്റിക്സിനെ കുറിച്ചിട്ട് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പറയാൻ പറ്റുമോ? പൊളിറ്റിക്സ് എന്ന് പറയാൻ എന്താ ഉദ്ദേശിച്ചത്? പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ ഓരോ മേഖലയിലും അവിടുത്തേതായിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ടാവുക. ഇപ്പം നമ്മൾ IT വർക്ക് ചെയ്യുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ഒരു കൾച്ചറായിരിക്കും അതിൻ്റെ അകത്ത് ഉണ്ടാവുക. ഇപ്പം ഫിലിം ഇൻഡസ്ട്രി ആകുമ്പം എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കൾച്ചറാണ് അതിൻ്റെ അകത്ത് ഉണ്ടാവുക. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സിനിമ എപ്പോഴും ഒരു എൻറ്റയർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വേൾഡ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന സാധനം. ഇപ്പം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഈ സീരിയൽ ഇൻഡസ്ട്രിക്കകത്തും അതുപോലെയൊക്കെ ആണോ, എന്താണ് അതിൻ്റെ ഒരു കൾച്ചർ? അല്ല, ഇത് ബേസിക് ഐഡിയ ഈസ് ലൈക്ക്, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം സ്റ്റിൽ വി കോൾ പീപ്പിൾ സർ എന്ന് വിളിക്കുന്നുണ്ട്. സാറേ എന്ന് വിളിക്കുന്നുണ്ട്. സ്ലീവ് ഐ റിമെയിൻ എന്ന് പറയും. അത് എല്ലായിടത്തും ഉണ്ട്. ഓക്കെ, മനസ്സിലായോ? ഇപ്പം ഞാൻ 10 വർഷം മുമ്പ് ഇൻഡസ്ട്രി വന്ന ഒരാളാണ്. 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്. ഓക്കെ. നീ അത് കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞിട്ടാണ് നീ വരുന്നത്. അപ്പം നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം നമ്മൾ കൊടുക്കും, തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കും. അപ്പോൾ അത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ ചിലവർ മനസ്സിൽ വിചാരിക്കുക പിന്നെ 10 വർഷം മുമ്പ് വന്നാൽ എനിക്കിപ്പോൾ എന്താ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അതവിടെ സംഭവിക്കും. അപ്പോൾ അവിടെ ഒരു റിയാക്ഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. ചില ആൾക്കാരുണ്ട് 10 വർഷം മുമ്പേ കയറിയ ആൾക്കാർ, അവർക്ക് ബഹുമാനം കിട്ടുമ്പോൾ അവർ ഓക്കെ, ബഹുമാനം കിട്ടാതിരിക്കുമ്പോൾ ചോദിച്ചു വാങ്ങിക്കുന്ന ആൾക്കാർ. അപ്പം അവിടെയും ഒരു റിയാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇറ്റ്സ് ബേസിക്കലി അബൌട്ട് ഹ്യൂമൻസ്, നമ്മുടെ മനുഷ്യരുടെ ചിന്താഗതിയാണ്. ഇപ്പം ഞാൻ എത്രയോ ആൾക്കാരെ എനിക്ക് ഭയങ്കര അഡ്മയർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അത്രയും ഹൈ പൊസിഷനിൽ ഇരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ചെല്ലുമ്പോഴാണല്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് അത് ആ സമയത്ത് കാണിക്കുന്ന വിനയാണോ എന്താണോ എനിക്കറിഞ്ഞോ, പക്ഷെ അത് കാണിക്കാൻ മനസ്സ് കാണിക്കുന്നുണ്ടോ അവർ ആ സമയത്ത്? ഇപ്പം പറയുമ്പോൾ അറിയാം, ഇന്ന ആളല്ലേ, അറിയാം അന്ന് അവർ പറയുന്നത്, അവർക്കത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അപ്പോൾ അവർ അത് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന നല്ല അനുഭവങ്ങളെ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. മോശമായിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞാൽ ഈ അവസരങ്ങൾക്ക് വേണ്ടി നമ്മളെ ചൂഷണം ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു, അപ്പോൾ അതുണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മളെ എന്താ പറയുക, സീൻ്റെ ഇടയ്ക്കൊക്കെ വെച്ച് ബളം വെക്കുക, എന്താടാ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് എനിക്കുണ്ടായിട്ടില്ല. പക്ഷെ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ടെന്ന് ചെയ്യും. അപ്പോൾ ഇതാണ് അർഹതപ്പെട്ട കാര്യങ്ങൾ ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ബഹുമാനം, ബേസിക് തിങ് ഈസ് റെസ്പെക്ട്. ബഹുമാനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനം കൊടുത്താലേ ബഹുമാനം കിട്ടും. ഇപ്പം 10 വർഷമല്ല, 20 വർഷമല്ല, 30 വർഷം. ഇപ്പം ഞാൻ 30 വർഷം എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞിട്ട് ആവട്ടെ, 30 വർഷം എക്സ്പീരിയൻസ് ആയാലും ഞാൻ ബിഗിനറായിട്ടൊരാൾ വരുമ്പോഴേക്കും ദെയർ വാസ് ഓൾവേസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. എനിക്കും ഉണ്ടായിരുന്ന ഒരു ആദ്യ പടി, ഒരു ആദ്യ ചവിട്ടി കയറുക എന്ന് പറഞ്ഞൊരു ഇത്. ഞാനത് മറന്നില്ലെങ്കിൽ ഞാൻ അവരെ ബഹുമാനിക്കും. ഞാനത് മറന്നു പോയി കഴിഞ്ഞാൽ അഹന്ത എന്ന് പറഞ്ഞൊരു സാധനം നമ്മളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ടുണ്ടാകുന്ന ക്ലാഷസ് അല്ലാതെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. മാത്യു ചേട്ടാ, നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളുടെ സമയവും ഏകദേശം അതിക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ
അടുത്ത എപ്പിസോഡിലെ വിശേഷങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺ ഫോർ അവർ നെക്സ്റ്റ് എപ്പിസോഡ്. ഓക്കെ.